ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആർഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തോരൻ എന്ന് പറഞ്ഞാൽ കണവ കൊണ്ടുള്ളൊരു തോരൻ, കൂന്തൽ തോരൻ. ഒരു വലിയൊരു കണവായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ തലയുടെ ഭാഗമാണ് കേട്ടോ. അപ്പം ഞാൻ വെച്ചത് ഒരെണ്ണമല്ലേ ഉള്ളൂ. ഈ ഒരെണ്ണം വെച്ച് എന്തോ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മുരിങ്ങയില ഇട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കക്കാരച്ചിയും മുരിങ്ങയിലയും കൂടെ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ സ്രാവ് മുരിങ്ങയിലയും കൂടെ നമ്മൾ തോരൻ വെക്കാറുണ്ട് അല്ലേ. അതുപോലെ കണവ അല്ലെങ്കിൽ കൂന്തൽ നമുക്കൊന്ന് തോരൻ വയ്ക്കാം. കൂന്തലും മുരിങ്ങയിലയും കൊണ്ടാണ് തോരൻ വയ്ക്കുന്നത്. അപ്പം ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങയുണ്ട്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം, 4-5 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇത് കുരുമുളക് പൊടിയാണ്, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. ഇത് ഇത്രയൊന്ന് നമ്മൾ തോരന് ചതയ്ക്കുന്ന പോലെ ചതച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ അരപ്പ്. ഇനി ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിത് അരിയുന്നില്ല, ചെറുതാക്കുന്നില്ല. വേവിച്ചിട്ട് ചെറുതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ചിലപ്പോൾ അരിഞ്ഞ് പിന്നെ ഇരുമ്പ് കൊണ്ടേ കത്തി കൊണ്ട് അരിയുമ്പോൾ ചിലപ്പോൾ ഇത് കല്ലുപോലെയാവും, വേഗം പാടായിരിക്കും. അതുകൊണ്ട് ഇത് വേവിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ കൈ കൊണ്ട് വേണമെങ്കിൽ പിച്ചി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം വേവിച്ചെടുക്കാം. ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പ്, കുറച്ച് ഉപ്പ്, അര വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം മതി. അത് വെന്ത് കിട്ടിയാൽ ഒരു 5 മിനിറ്റ് തന്ന് മൂടി വെച്ച് വേവിക്കും. വെന്ത് വരട്ടെ, ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. കണവ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. തണുക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കാം. ഞാൻ കണവയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ടുള്ള പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 6 തണ്ട് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ഇട്ടു. മുരിങ്ങയിലേക്കും ഈ അരപ്പിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കണവ ഉപ്പിട്ടാണല്ലോ വേവിച്ചത്. കുറച്ച് ഉപ്പിട്ടാൽ മതി. മുരിങ്ങയിലയുടെ ഈ അരപ്പിൻ്റെ അനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കാം. ചെറിയ തീയിലിരിക്കട്ടെ. കണവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മോ, എന്തോ ടേസ്റ്റ് എന്നറിയാമോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. അത് നമ്മൾ സാധാരണ കക്കയിറച്ചിയും സ്രാവും ഒക്കെ വെക്കത്തില്ലേ, അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുരിങ്ങയിലയും കണവായും കൂടെ, കൂന്തൽ മുരിങ്ങയില തോരൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മുരിങ്ങയില ഇട്ട കണവത്തോരൻ, അടിപൊളി ടേസ്റ്റുള്ളൊരു തോരനാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.